അസ്സലാമലൈക്കും. ഞാൻ പറഞ്ഞ മാതിരി തന്നെ കാൽപെരുമാറ്റാവും കേട്ടാൽ അറിയാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഇരുന്നത്. വീഡിയോ തുടങ്ങിയൊരു 2 മിനിറ്റ് ആയപ്പോഴത്തേന് തന്നെ ഒരാൾ വന്ന് പിന്നെ കട്ട് ചെയ്ത് പിന്നെ ഇപ്പോൾ 2-ാം പേര് എടുക്കുക. അപ്പോൾ യൂട്യൂബ് ചാനൽ ഇടുന്നതിന് നല്ല പണിയൊക്കെ ഉണ്ട്. അപ്പോൾ കൂട്ടുകാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. 1-2 കൊല്ലമല്ല, 33 കൊല്ലമായിട്ട് അന്നും ഇന്നും ഒരേ ബന്ധത്തിൽ പോണ ഒരു കൂട്ടുകാരി. എൻ്റെ കൂട്ടുകാരിക്ക് എനിക്കൊരു 10-18 വയസ്സുണ്ടാവും, എൻ്റെ കൂട്ടുകാരിക്ക് ഒരു 10-13 വയസ്സുണ്ടാവും. കാരണം കൂട്ടുകാരിയായിട്ടല്ല എൻ്റെ അടുത്തേക്ക് ആദ്യം വന്നത് തുന്നൽ പഠിച്ചാനാണ്. തുന്നൽ പഠിച്ച് എയിമിങ് പഠിച്ചു, പിന്നെ മെഷീൻ ചവിട്ടാൻ പഠിച്ചു, പിന്നെ എന്തെങ്കിലുമൊക്കെ ഈ സാരിയുടെ സൈഡ് അടിച്ചാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓളെ തന്നെ ഓള് കൊടുന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ചും കൊണ്ട് പോകും. അങ്ങനെ അത് അടിച്ച് ഇതായി. അങ്ങനെ മെഷീൻ ചവിട്ടും ഇതൊക്കെ പഠിച്ച് കുറേയൊക്കെ മേലടിയൊക്കെ ഇടാൻ തുടങ്ങിയപ്പോഴത്തേന് 7-ാം ക്ലാസ് കഴിഞ്ഞു. 8-ലായി. 8-ലേക്ക് ജയിച്ചു. 8-ലേക്ക് ജയിച്ചപ്പോൾ മലപ്പുറം കൂയിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഓളെ വാപ്പാൻ്റെ വീട് എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. കൂയിക്കുന്ന് എന്ന് പറയുന്നത് അതെനിക്ക് ഓർമ്മയുള്ള മാതിരി. ഇനി വേറെ ഏതാണോ എന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. എൻ്റെ ഓർമ്മയിൽ അങ്ങനെ മലപ്പുറം കൂയിക്കുന്നാണെന്ന് തോന്നുന്നു. 10-20 കൊല്ലം മുമ്പുള്ള കഥയാണ്. അപ്പോൾ അവിടെ പോയി പിന്നെ 10-ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. പിന്നെ ഇടക്ക് വരും, വന്ന അപ്പൻ്റെ അടുത്ത് വരും. പിന്നെ ഓളമ്മയും ആങ്ങളാരൊക്കെ പോകുമ്പോൾ ഞാൻ ഓളെ കാണാൻ അങ്ങോട്ട് പോകും. അങ്ങനെ ആ 3 കൊല്ലം ബന്ധങ്ങൾ പോയിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷേ നമ്മൾ അടുത്ത് നിൽക്കണ അത്ര ഇതില്ല, എപ്പോഴെങ്കിലും വരും പോകുകയല്ലേ ഉള്ളൂ. അങ്ങനെ 10-ാം ക്ലാസ് ജയിക്കുന്നവരെ അവിടെ പഠിച്ചു. പിന്നെ ഞങ്ങളടുത്ത് തന്നെ വന്നു. ഉമ്മയും വാപ്പിയും എല്ലാം ഇവിടെയാണ്. വാപ്പാൻ്റെ വീടാണ് പൂയിക്കുന്നുമുള്ളത്. അങ്ങനെ ഇവിടെ തന്നെ വന്ന് പിന്നെ അന്നത്തെ കാലമൊന്നും 10-ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ തന്നെ വലിയ പഠിപ്പല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ ആരും അങ്ങനെ മറ്റേ പാവപ്പെട്ട കുടിയിൽ നിന്നൊന്നും പഠിക്കാൻ വിടൂല. അങ്ങനെ പിന്നെ ഓൾ തുന്നലിൽ ഫുള്ളായിട്ട് തുന്നൽ പഠിച്ചാന്നുള്ളതായി എൻ്റെ അടുത്തേക്ക് വീണ്ടും വരാൻ തുടങ്ങി. പിന്നെ അങ്ങനെ വരാൻ തുടങ്ങി. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കഥകൾ ഞങ്ങളെ ജീവിതത്തിലുള്ളത്, ഞങ്ങളെ 2-ആളെ ജീവിതത്തിലുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ നല്ലോണം ഷെയർ ചെയ്യാൻ തുടങ്ങി. പിന്നെ തുന്നലുണ്ടെങ്കിലും ഇല്ലെങ്കിലും രാവിലെ ഒരു 9 മണിയാകുമ്പോഴത്തേന് എൻ്റെ അടുത്തെത്തും. അതല്ലാന്നുണ്ടെങ്കിൽ 9-10 മണിയാകുമ്പോഴത്തേന് ഞാൻ അങ്ങോട്ടെത്തും, ഓളടുത്തേക്ക് അങ്ങോട്ടെത്തും. അങ്ങനെ ആ ബന്ധം വളർന്ന് ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണ് ഇവളെ എൻ്റെ അടുത്ത് തുന്നാൻ വരുന്നത്. പക്ഷെ ഓളെ കല്യാണം അന്ന് കഴിഞ്ഞിരുന്നില്ല. 10-ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്ന് അങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ഒരു 10-ാം ക്ലാസ് കഴിഞ്ഞ് 2 കൊല്ലം തികഞ്ഞിട്ടില്ല, അതിന് മുമ്പ് തന്നെ ഓളെയും കെട്ടിച്ചും കുറച്ച് ദിവസമുള്ള അവിടെ പോയി നിന്ന് പിന്നെ വന്ന് ഇവിടെ നാട്ടിൽ തന്നെ ആയിരുന്നു. അങ്ങനെ ഒരു 12 കൊല്ലത്തോളം കുട്ടികളുണ്ടായിരുന്നല്ലോ അവൾക്ക്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ 2-ആളും തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണവരുണ്ടാവാം. മണ്ണാർക്കാട് വൈശാഖ് എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയി ചികിത്സ നേടി. ഒരാൺകുട്ടി ഉണ്ട് ഇപ്പോൾ, ഇൻഷാ അല്ലാഹ്. നല്ല സുന്ദര കുട്ടപ്പനായ കുട്ടി. അപ്പോൾ ചെറുപ്പം മുതലേ ഞങ്ങൾ പ്രസവിച്ച് വാങ്ങുന്നത് കയ്യിലേക്കാണ്. അപ്പോൾ അന്ന് മുതലേ ഓനെ ഞങ്ങളെല്ലാവരും കൂടി ഒരു ഓമനക്കുട്ടിയായിട്ടാണ് വളർത്തണത്. അപ്പോൾ അങ്ങനെ വളർത്തി കൊണ്ടുവരുന്ന എന്നെ വിളിക്കുക എന്താണെന്നറിയാം, കയ്യ. കാരണം ഓലെ അമ്മ വിളിച്ചാൽ ഖദീജ എന്നാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഖദീജ എന്ന് വിളിച്ചാൽ തിരിയില്ലല്ലോ, അപ്പോൾ വിളിക്കും കയ്യാന്ന് വിളിക്കും. എന്നും ആ വിളിയാണ് കേട്ടോ, കയ്യാന്നുള്ള വിളിയാണ് ഇന്നും. അപ്പോൾ 2-3 വയസ്സായി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ഇവൻ ഷർട്ടും ട്രൗസറൊക്കെ ഇട്ടിട്ട് പറയും ഞാൻ കയ്യാൻ്റെ അടുത്ത് പോവുകയാണ് പറഞ്ഞ് 3 വയസ്സാകുമ്പോൾ തന്നെ ഇറങ്ങിപ്പോരാന്നപ്പോൾ പിന്നെ ഇപ്പോൾ ഈ കുട്ടിയുടെ കയ്യും പിടിച്ച് എൻ്റെ അടുത്ത് വരും. അങ്ങനെ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നൊരു മനുഷ്യനെ വിശ്വസിച്ച് ഒരു കാര്യം ഒരാളോട് പറയാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും അല്ല ഞാൻ പറയുന്നത് കേട്ടോ, എല്ലാവരും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല. പക്ഷെ ചില ആൾക്കാർ, പക്ഷെ ഞങ്ങൾ 2-ആൾ ഒരുപാട് ആൾക്കാരെ കഥകൾ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ഞാനും ഓളും. പക്ഷേ ഓളും ഞാനും എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഒരാൾ ഞങ്ങളോട് പറയരുതെന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മളോട് കൂടി അത് മണ്ണിലേക്ക് വരണം എന്നുള്ളതാണ് ഓള് ഞാനും ചിന്തിക്കണം. എൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ അറിയാം, ഓളെല്ലാ കാര്യങ്ങളും എനിക്കറിയാം. എവിടെയെങ്കിലും പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചേ പോകുള്ളൂ, വരുമ്പോൾ ഒരുമിച്ചേ വരുള്ളൂ. ചിലപ്പോൾ ഓളും ഓളെ മാപ്പിള ഉണ്ടാവും, ചിലപ്പോൾ ഞാനും എൻ്റെ മാപ്പിള ഉണ്ടാവും.
അങ്ങനെ പോകുമ്പോഴൊക്കെ ഞങ്ങൾ അങ്ങനെ പോയിട്ടുള്ളൂ. ഏറുപാടിക്ക് ഒന്നിച്ചാണ് അങ്ങനെ എല്ലാവരും കൂടി പോയത്, കുടുംബത്തോടെ പോയി. പിന്നെ ഓളെ ഉമ്മാൻ്റെ കൂടിയിൽ പോകുമ്പോൾ ഞങ്ങൾ ഒന്നിച്ച് പോകും. എൻ്റെ അമ്മാൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞങ്ങൾ ഒന്നിച്ച് വരും. അങ്ങനെ ഓളെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും കുടുംബത്തിലുള്ളവർക്ക് എല്ലാവർക്കും ഇന്നെ അറിയാം. എൻ്റെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും കുടുംബത്തിലുള്ള എല്ലാവർക്കും ഓളി അറിയാം. ഇന്ന് ഞാൻ ഇരിക്കുന്നിടത്ത് ഒരു 6 മാസമാകുമ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു പൊറുതിയാണ് ഞങ്ങൾക്ക്. ദിവസത്തെ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞങ്ങൾ വിളിക്കാതെയും സംസാരിക്കാതെ ഇരിക്കില്ല. പക്ഷെ എന്നാലും കണ്ടിട്ടില്ലെങ്കിൽ വലിയ കഷ്ടപ്പാടാണ് ഞങ്ങൾക്ക്. അപ്പോൾ കാണാൻ കൊതിയായി കഴിഞ്ഞാൽ അപ്പോൾ എന്നോട് പറയും എനിക്ക് കാണാൻ കൊതിയാകാണ്. അപ്പോൾ ഞാൻ പറയും ഒന്നുമില്ലെങ്കിൽ ഇജ്ജ് ഇങ്ങോട്ട് വാ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. അങ്ങനെ ഒന്നുമില്ലെങ്കിൽ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരാൻ പറ്റിയ സാഹചര്യമാണെങ്കിൽ ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റിയ സാഹചര്യമാണെങ്കിൽ ഞാനും എൻ്റെ മാപ്പിളയും അങ്ങോട്ട് പോകും. അപ്പോൾ ഞങ്ങൾ ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട്. 33 കൊല്ലം ഞങ്ങളിരുന്ന് ഇന്നും എൻ്റെ കുടുംബത്തിൽ കൂടപ്പറപ്പുകളോട് പറയാൻ പറ്റാത്ത നമുക്കുണ്ടാകുന്ന വിഷമങ്ങൾ ഞാൻ പറയാം ഓളോടാണ്. അവളും അതേമായി തന്നെയാണ്. കാരണം ഓളെ കൂടപ്പറപ്പുകളോടും ഉമ്മാനോടും ഒന്നും പറയാൻ പറ്റാത്തൊരു കഥ, ഒരു അനുഭവമൊക്കെ ഉണ്ടെങ്കിൽ ഓളാദ്യം വിളിക്കുക തന്നെയാണ്. ഇന്ന് മലപ്പുറത്തിൻ്റെ ഒരു ഭാഗത്തോടും ഒരു ഭാഗത്ത് ഞാനുമാണ്. പക്ഷെ എന്നാലും എന്തൊരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും ഞാൻ തന്നെ മാതിരി ചെയ്യാൻ പോവുകയാണ്, ഞാൻ എന്നെ മാതിരി ചെയ്യുകയാണ് എന്ന് ഞാൻ ഓളോടും പറയും, ഓൾ എന്നോടും പറയും. പക്ഷെ വയസ്സുകൊണ്ട് നോക്കിയാൽ ഒരുപാട് ഞങ്ങൾ തമ്മിൽ മാറ്റമുണ്ട്. പക്ഷെ ഞങ്ങൾ ഇന്നും ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. വിശ്വസിച്ച് എന്തും പറയാം. ഇത് ഞാൻ പറയണ എന്തിനാന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഞാൻ നെജിനാനെ വിളിച്ചു, പക്ഷേ വോയിസ് മെസ്സേജ് വിട്ടു. പക്ഷേ പേടി കൊണ്ടാവാം. കാരണം വിളിച്ച് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോയി അത് നാളെ എനിക്ക് യൂട്യൂബ് ചാനലുള്ളതാണ്. ചുടുവെള്ളത്തിൽ വീണ പൂച്ചക്ക് പച്ചവെള്ളം കണ്ടാലും പേടി ഉണ്ടാകുമല്ലോ, അങ്ങനെയാണ്. അപ്പോൾ നെജിലാനോട് എനിക്ക് പറയാനുള്ള ഈ വീഡിയോ കൂടെ പറയാണ്, എൻ്റെ അടുത്ത് നെജില എന്നല്ല ആര് തന്നെ ഒരു കാര്യം പറയുകയാണെങ്കിലും നല്ല കാര്യങ്ങൾ കേട്ടോ, കെട്ട കാര്യങ്ങളല്ല. കാരണം നമ്മളെ അഭിമാനത്തിനോ നമ്മളെ വേദനിപ്പിക്കുന്ന നമ്മളെ കുടുംബത്തിനോ മറ്റുള്ളവർക്കോ ദോഷം വരുന്ന, അല്ലെങ്കിൽ നമുക്ക് മോശമായ സങ്കടപ്പെടേണ്ട കഥകൾ, അല്ലാതെ നമ്മളിപ്പോൾ ഈ അങ്ങോട്ട് അരക്കിലും കൊടുത്തു ഇങ്ങോട്ട് 3/4 കിലോ വാങ്ങി എന്നുള്ള കഥയല്ലേ ഞാൻ പറയണത്. അങ്ങനെയുള്ള കഥകൾ പറഞ്ഞാലും അള്ളാഹുവാണ്, ഞാൻ മരിച്ച് മണ്ണിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ കൂടെ മണ്ണിലേക്ക് വരും. അത് പുറത്തൊരു പീഡിയയായിട്ടോ അല്ലെങ്കിൽ പുറത്തൊരു മനുഷ്യനായിട്ടോ അതറിയില്ല. അത് അറിയുന്ന എല്ലാവർക്കും അറിയാം. എൻ്റെ നാട്ടുകാർക്ക് അറിയാം, എൻ്റെ അയലോക്കക്കാർക്കറിയാം, എൻ്റെ കൂട്ടുകാർക്കറിയാം. എനിക്ക് പ്രധാനപ്പെട്ട കൂട്ടുകാരൊന്നും ഒരുപാട് കൂട്ടുകാരൊന്നുമില്ല കേട്ടോ, ഒരൊറ്റ കൂട്ടുള്ളൂ. ഞാൻ പറഞ്ഞ ഈ ഒരു കൂട്ടുകാരി മാത്രമാണ് എനിക്ക് അന്നും ഇന്നും കൂട്ടുകാരി എന്ന് പറയുന്നത്. അന്നും ഇന്നും വരവും പോക്കും ഒക്കെ അതുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന് കല്യാണം കഴിയുന്നതിൻ്റെ മുമ്പ് അവളിൻ്റെ അടുത്ത് വന്നു. പക്ഷെ എന്നാലും ഈ 33 വർഷം ആ കൂട്ടം അതേപോലെ തന്നെ നിലനിന്ന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആലോചിക്കാമല്ലോ എത്രത്തോളം ആത്മബന്ധം അതിലുണ്ടെന്ന്. ഞങ്ങളൊരു ഭാഗത്തേക്ക് പോകുമ്പോൾ ഞാനും അവളും കൂടിയാണ് എന്ത് കാര്യത്തിനാണെങ്കിലും. കുറച്ച് ദൂരെ പോകേണ്ടിയിട്ട് ഞങ്ങൾക്ക് ആദ്യമൊക്കെ ഒരു മാവേലിക്ക് ഇതിലേക്കൊക്കെ ഞങ്ങൾ രണ്ടാളും പോകും. ഒരു പഞ്ചായത്തിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോകണമെങ്കിൽ ഞാനിവൾ ഒന്നിച്ച് പോകും. ഒരു ബ്ലോക്ക് പോകണമെങ്കിൽ ഞാനിവൾ ഒന്നിച്ച് പോകും. ഇനി എൻ്റെതാണ് ആവശ്യമെങ്കിൽ അവൾ എൻ്റെ കൂടെ കൂട്ടിന് വരും. ഓളതാണ് ആവശ്യമെങ്കിൽ ഞാൻ ഓളെ കൂടെ കൂട്ടിന് പോകും. ഒരാസ്പത്രിയിലാണെങ്കിൽ എനിക്കാണ് ആവശ്യമെങ്കിൽ ഓൾ വരും. ഞാൻ ആശുപത്രി കടന്നിട്ട് ചോറും കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. അതേമാതിരി ഓൾ ആശുപത്രി കിടക്കുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും. അപ്പോൾ ഇതൊക്കെ സ്നേഹബന്ധം. ഞാൻ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണതിൻ്റെ ഞാൻ പറഞ്ഞില്ല, എനിക്കറിയില്ലായിരുന്നു യൂട്യൂബ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. ഈ വീഡിയോ ഇടുന്നുണ്ട്, പിന്നെ എങ്ങനെ ഇപ്പോൾ യൂട്യൂബ് ഫ്രണ്ട്സ് ഉണ്ടാകണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കെല്ലാം അറിയാം, യൂട്യൂബിൽ കൂടെ എങ്ങനെയാണ് ഫ്രണ്ട്സിനെ കിട്ടുന്നത് എന്നുള്ളതറിയാം. എനിക്ക് യൂട്യൂബിൽ വന്നിട്ട് ആദ്യമായിട്ട് കിട്ടിയ ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ ഒരു മകള് എന്നൊക്കെ പറയുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ കൂട്ടുകാരിയെ പറഞ്ഞ മാതിരി തന്നെ നെജിലാന്. അപ്പോൾ നെജില മറ്റൊരാളോടൊരു കാര്യം പറഞ്ഞതിൽ അത് വീഡിയോ ആയിട്ട് വന്നപ്പോൾ നെജിലക്ക് വിഷമമായിട്ടുണ്ടാവും. വിശ്വസിക്കാൻ പറ്റില്ലല്ലോ ഒരു മനുഷ്യന്മാരെ. അപ്പം നെജില മെയിനായിട്ട് നെജില കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. കാരണം ഒരു മനുഷ്യൻ, അത് നെജില എന്നല്ല, എൻ്റെ കുടുംബത്തിലെന്നല്ല, പുറത്തെന്നല്ല, ആരൊരു കാര്യം എൻ്റെ അടുത്ത് പറയരുതെന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കുമ്പോൾ എൻ്റെ കൂടെ മണ്ണിലേക്കേ വരുള്ളൂ. ഒരു മനുഷ്യൻ്റെ അടുത്ത് ഞാൻ പറയില്ല.
പറയരുതെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ വിശ്വസിച്ച് പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയൂല. ആ ബന്ധമാണ് 33 വർഷമായിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരിയും ഇന്നും നിലനിർത്തുന്ന. ഇൻഷാ അള്ളാഹു വിധി നൽകിയ എൻ്റെയോ അവളുടെയോ ആരെങ്കിലും ഒരാളെ മരണം വരെ ഇതിങ്ങനെ തന്നെ കൊണ്ടുപോകണമെന്നാണ് അവളും ഞാനും ആഗ്രഹിക്കുന്നത്. എൻ്റെ വീഡിയോ ഞാൻ ഫസ്റ്റത്തെ വീഡിയോ ഇട്ട് കൊടുത്തത് അവൾക്കാണ്. യൂട്യൂബ് തുടങ്ങിയെന്ന് പറഞ്ഞ് ഫസ്റ്റിലത്തെ സബ്സ്ക്രൈബർ അവളാണ്. എനിക്ക് കമൻ്റ് ഇടില്ല, വേറൊന്നും ചെയ്യില്ല, പക്ഷെ എൻ്റെ വീഡിയോ കാണും. ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും കാണും, എന്നിട്ട് അഭിപ്രായം പറയും. അപ്പോൾ എല്ലാവരെയും ഒരു കണക്കിൽ കൂട്ടരുത്. നമ്മളെല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി എന്തെങ്കിലും പറഞ്ഞത് മറ്റൊരാൾ അത് വീഡിയോ എടുത്തിടോ എന്നെല്ലാവരും കണക്കാക്കരുത്. ഞാൻ അത്തരം ആളിൽപ്പെട്ടതല്ല. എനിക്കിനി ഒരു കൂട്ടിനെയും കൂടി പിടിക്കണം എന്നുണ്ടത്. ആരാന്നറിയോ? നമ്മൾ ആമിനാത്ത. നമ്പർ തപ്പിയിട്ടില്ല, നമ്പർ തപ്പണം, എന്നിട്ട് നമ്പർ എടുക്കണം, എന്നിട്ട് വിളിക്കണം. കാരണം അങ്ങനെ ഓരോ ബന്ധങ്ങളും വരട്ടെ, അതല്ലേ നല്ലത്. നമുക്കൊരാളെ ബന്ധം കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലതല്ലേ. പക്ഷേ എവിടെയും ഞാൻ ഈ പറയുന്ന കാര്യം ഇതുള്ളൂ, നമ്മൾ ഫോൺ വിളിച്ച് നമ്മൾ സംസാരിക്കുന്ന വിഷയം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുന്ന വിഷയം അത് വീഡിയോയിൽ വരാതിരിക്കുക. നമ്മൾ വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ടെന്ന് പറയാം. ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, നെജിലാനെ ഞാൻ വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് വാട്സപ്പിൽ കൂടെ ചാറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പറയുക എന്നല്ലാതെ നമ്മൾ എന്ത് സംസാരിച്ചെന്നുള്ളത് നമ്മൾ പറയാൻ പാടില്ല. അത് നമ്മൾക്ക്, കാരണം അങ്ങനെ നമ്മൾ പബ്ലിക്കായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ചാനലിൽ കൂടെ ഒന്ന് സംസാരിച്ചിടുമല്ലോ, ഓളറിയും ഞാനറിയും, അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അതല്ല, അതിനുവേണ്ടി അല്ലല്ലോ നമ്മൾ ഈ നമ്പർ വാങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും പറയും ചാറ്റ് ചെയ്യുകയും ചെയ്യണത്. എന്തെങ്കിലും ഒരു സങ്കടം വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാനൊരു കൂട്ടുകാർ ഉണ്ടാവുമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇങ്ങനെ വന്ന് കുറേ കൂട്ടുകാരും ഫ്രണ്ട്സും ആകുമ്പോൾ അങ്ങനെ ഫ്രണ്ട്സുകളായാൽ നമുക്കും പലതും ചെയ്യാൻ പറ്റും. പലതുള്ളി പെരുവെള്ളം എന്ന് പറയണില്ല, അതേമാതിരി നമുക്കും പലതും ചെയ്യാം. ഇൻഷാ അല്ലാഹ് വീഡിയോ കുറേ ആയെന്ന് തോന്നുന്നു. ഞാൻ ഏതായാലും നിർത്തുകയാണ്, അടുത്തൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഒന്നും കൂടി പറയണം, അവനത്തനെ എനിക്ക് വിളിക്കണം എന്നുണ്ട്. ഞാൻ വിളിക്കും, സംസാരിക്കും. നമ്പർ കിട്ടിയിട്ടില്ല. നെജിലാനി ഞാൻ തുടർന്നും വിളിക്കും, സംസാരിക്കും. പക്ഷേ ഞാൻ സംസാരിക്കുന്ന ഒരു ഇതും വീഡിയോയിൽ വരില്ല. അള്ളാഹുവാണേ ഞാനത് ഉറപ്പിച്ച് പറയുന്നു. നെജില എന്നല്ല, അവനാത്ത എന്നല്ല, ആര് വിളിച്ചാലും ആര് പറഞ്ഞാലും ഞാൻ ആ പറയുന്നതോടെ പോയി. വീഡിയോ ചെയ്യുന്നത് മറ്റു രൂപത്തിലായിരിക്കും, അതെല്ലാവർക്കും വിശ്വസിക്കാം. അപ്പോൾ അതുകൊണ്ട് അസ്സലാമു അലൈക്കും നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം.